അങ്ങിപ്പോൾ 3 തലത്തിൽ അല്ലെങ്കിൽ 3 തരത്തിൽ പഠിക്കണ്ടായില്ലോ. നാട്ടിൽ അച്ഛനിൽ നിന്ന്, ഏട്ടനിൽ നിന്ന്, പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന്, അതിനുശേഷം പിന്നെ മേള വിഷയങ്ങളും മറ്റും തൃപ്രങ്ങോട് പരമേശ്വരമാരാരിൽ നിന്ന്. ഈ 3നും വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവും. അതോ ശൈലികൾക്ക്, പഠിപ്പിക്കുന്ന രീതികൾക്ക്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആദ്യം തുടങ്ങുന്നത് തക്കിട്ട തരികിട. ആ തരികിട എല്ലാം അന്ന് അതിനുള്ള ചൊല്ല് കുട്ടിത്തത്താന്നാ പറയാ. അന്നത്തെ കാലഘട്ടത്തിൽ തരികിട കേട്ടിട്ടില്ല. തരികിട ഈ ഗണപതി കൈ കൊട്ടുമ്പോൾ തരികിട എന്ന് പറയുന്നല്ലാതെ അത് കുട്ടിത്തത്തായിരുന്നു. അങ്ങനെ അത് 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമുക്ക് ഈ സ്ഥാനത്തിന് ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നില്ല. ചെണ്ടെടുക്കുക, കൊട്ടുക, കൈ എവിടെ വീണാലും കുഴപ്പമില്ല, ചെണ്ടയിലാവണം. ഏത് സമയത്ത്? ആദ്യ കാലഘട്ടത്തിൽ. അത് നാട്ടിലുള്ള എല്ലാ സമ്പ്രദായവും അങ്ങനെയാണ്. എല്ലാ ആൾക്കാരും ആ രീതിയിൽ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അത്രയൊരു ക്ലാസിക്കലായിട്ടോ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല ആ കാലഘട്ടത്തിൽ പഠിച്ചത്. പക്ഷെ അത് അന്ന് ആ രീതിയിലും കൊട്ടും. പിന്നെ തായമ്പകയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ശബ്ദമേ ഉള്ളൂ. അത് മാത്രമേ അന്നത്തെ കാലത്ത് ആൾക്കാർ നന്നായിയോ നന്നായില്ലേ എന്നുള്ള വിലയിരുത്തൽ. മറ്റതൊക്കെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി പഠിക്കുന്നതാണ്. കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം സ്ഥാനത്തിന് നല്ലോണം പ്രാധാന്യം വന്നു. ആ നഗാരത്തിനോ ദിമകാരത്തിനോ ഒരു വ്യത്യാസം വന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആശാന്മാർ തയ്യാറല്ലായിരുന്നു. അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റിവെക്കാൻ ഇല്ല. മുച്ചുണ്ണിപ്പാശനൊക്കെ കൃത്യമായിട്ട് അതങ്ങനെ തന്നെ വേണം. അതിനാണ് ഈ വലന്തലയിലാണ് തായമ്പക കൊട്ടിച്ചിരുന്നത്. രണ്ടാളെ തായമ്പക കൊട്ടിക്കും. അങ്ങനെ 2 ആളെ തായമ്പ ദിവസേന തായമ്പക വേണം അടിസ്ഥാനം. അപ്പം അതിൽ ആ സ്ഥാനങ്ങൾ ഉറപ്പിക്കും. അങ്ങനെയാണ് അവിടുത്തെ. പിന്നെ ഈ സ്ഥാനങ്ങളൊക്കെ ഉറപ്പിച്ച ശേഷം പിന്നെ തൃപ്രങ്ങോട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ഞാൻ കൊട്ടാരായതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് മറ്റുള്ളവരെ കറക്റ്റായിട്ട്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിനും കോട്ടയ്ക്കൽ കുട്ടന്മാരാശാന്റെയും പിന്നെ കൃഷ്ണകുട്ടി ആശാന്റെയൊക്കെ ശിഷ്യത്വം ഉണ്ടാവുകൊണ്ട് ഏകദേശം ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിരുന്നത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കൊട്ടാരായതിന്റെ ശേഷം പറഞ്ഞു തരുമോ, പ്രാക്ടിക്കലിനേക്കാൾ അധികം തിയറിയാണ് കൂടുതൽ. അങ്ങനെയാണ് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടങ്ങളാണ്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച്? പിന്നെ അച്ഛൻ രാമൻകുട്ടിപ്പണിക്കർ മുള്ളൂർ കൊട്ടന്നെയാണ്. തായമ്പകയും കാര്യങ്ങളൊക്കെ പിന്നെ ശങ്കുണ്ണിപ്പുകളുടെ അടുത്തൊക്കെ പഠിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നു. അമ്മ ആറ്റൂരാണ് അമ്മയുടെ സ്വദേശം. കാർത്തിയായനി എന്നാണ് പേര്. ക്ഷേത്രത്തിനടുത്ത് തന്നെയാണോ? ആ, കാർത്തിയായനി ക്ഷേത്രത്തിന് അതിനടുത്ത് തന്നെയാണ് പേര്. പിന്നെ ഇപ്പം 2 ആളും ഇല്ല. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടായി, പാലക്കാട് കോട്ടായി എന്നാണ്. അവർക്ക് ജോലിയോ കലാപരമായിട്ട് എന്തെങ്കിലും പാരമ്പര്യം? ഒന്നുമില്ല. ഇന്ദുലേഖ എന്നാണ് പേര്. പിന്നെ 2 മക്കള്. പിന്നെ മൂത്ത ആൺകുട്ടിയാണ് മനു. അയാള് ഇപ്പോൾ ബോംബെയിൽ ജോലി ചെയ്യണു. തായമ്പക അരങ്ങേറ്റം കഴിച്ചിട്ടുണ്ട്. അങ്ങയുടെ ശിഷ്യത്വം തന്നെയാണ്? അതെ അതെ അതെ. പിന്നെ 2ാമത്തെ മകളാണ് പഠിക്കുക, ഗായത്രി എന്ന പേര്. അവള് പിന്നെ IT കോയമ്പത്തൂരിൽ പഠിക്കുന്നു. എന്നെ ചോദിക്കണം വിചാരിച്ചതാണ്. ഈ തൃപ്രങ്ങോട് പരമേശ്വരമാരാരുടെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ മേളം പഠിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ധാരാളം മേളം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റും മേളപ്രമാണികൾ വേറെയും ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ധാരാളം പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പിന്നെ കിഴക്കൂട്ടനിയന്മാരാര്, പിന്നെ പെരുവനം സതീശൻ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കലാകാരന്മാരുടെ കൂടെ ചേരാനെല്ലാവർ, ശങ്കരൻ കുട്ടിമാരാര്, അങ്ങനെ ഒരുവിധം ആൾക്കാരുടെ കൂടെയൊക്കെ കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൊണ്ടംപള്ളി കുഞ്ഞകൃഷ്ണമാരാര്, അങ്ങനെ മേളപ്രമാണിയായിട്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ
ഞാൻ പഠിച്ച ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഞാൻ പഠിച്ച എല്ലാ മേളങ്ങളും പ്രമാണിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം ചെമ്പട, അടന്ത, അത് ഒന്നാം കാലം മുതൽ പഞ്ചാരി. അത് ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു? അത് പിന്നെ തൃപ്രങ്ങോട് ഉണ്ടായിട്ടുണ്ട്, തിരുനാവായിൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ കൊങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കാഞ്ഞിലശ്ശേരി, മണ്ണാർക്കാട്, അങ്ങനെ അനവധി സ്ഥലങ്ങളിൽ. ഏതൊക്കെ മേളങ്ങൾ പഠിച്ചോ അതെല്ലാം ഒന്നാം കാലം മുതൽ ഇന്ന് നടപ്പുള്ള ഒരു എല്ലാ മേളങ്ങളും പ്രമാണിക്കാൻ 2 മണിക്കൂറും 2.5 മണിക്കൂറും 3 മണിക്കൂറൊക്കെ പ്രമാണിക്കാനുള്ളൊരു ഭാഗ്യം. അതൊക്കെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ. അത് ഈ പൊതുവെ ചെണ്ട കലാകാരന്മാർക്ക് ജീവിക്കണമെങ്കിൽ സാമ്പത്തിക ഒരു വിഷയമാണല്ലോ. അത് പ്രശ്നമായിരുന്നോ? നാരായണൻ നമ്പീശനൊക്കെ ശ്ലോകങ്ങൾ എഴുതിയിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. കൊട്ടിക്കിട്ടുന്ന തുച്ഛം പ്രതിഫലമഖിലമ്മ മദ്ദളം നേരെയാക്കി കിട്ടാൻ കൊല്ലന്നു നൽകിയിടണം, അടിപിടിയും വേണമെന്നാലും എന്നും കിട്ടില്ല വേണ്ട നേരം, തിരികെയഥവാ കിട്ടിയാൽ തന്നെ വീണ്ടും മട്ടില്ല ശബ്ദമെന്നും വരും, ഇതിലധികം നഷ്ടകഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം മദ്ദളത്തെക്കുറിച്ച് കുറേ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെണ്ടത്ത് ബാക്കി കൊട്ടില്ലെങ്കിലും ഇരവിൽ ഉറങ്ങാതെ തൻ ഭാണ്ഡവും കെട്ടി തോളത്താക്കി പാതയിൽ അങ്ങനെയൊക്കെയുള്ള അത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ചെണ്ട വിഷയത്തിലും ഉണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു പിന്നെ കലാകാരനായിട്ട് ജീവിക്കാൻ സമൂഹത്തിൽ പ്രയാസമാണ്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഒരു പരിപൂർണ കലയാണ് ജീവിത മാർഗം എന്നുള്ളത്. അത് വളരെ കുറച്ച് ആൾക്കാർ. അല്ലാത്ത ആൾക്കാർക്ക് കലയും ജീവിതവും വേറെ ആയിട്ട് തന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ട്. അത് ഏറ്റവും പ്രധാനമാണ്. കുറച്ച് എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് ആൾക്കാരിൽ ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. അല്ല, പൊതുവേ കഥകളി ചെണ്ടയിൽ തന്നെ മറ്റ് തായമ്പക അല്ലെങ്കിൽ മറ്റ് തുടങ്ങിയിട്ടുള്ള എൻ്റെ തോന്നലാണ്, സത്യമായിക്കൊള്ളണമെന്നില്ല കേട്ടോ, പൊതുവെ മറ്റ് വാദ്യവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന വേതനത്തേക്കാൾ കുറവാണെന്നാണ് എൻ്റെ അനുഭവം തന്നെ അങ്ങനെയാണ്. ഞാൻ കൊടുത്തിട്ടുള്ള അനുഭവം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു വഴിപാട് കളി ഉണ്ടായി ഗുരുവായൂർ, ഗോപിയാശാൻ്റെ സന്താനോപാലം. അപ്പം അന്ന് ഞാൻ മറ്റ് ചില കഥകളി നടത്തിയിട്ടുള്ള മറ്റ് ചിലരിലോട് ചോദിച്ചിട്ടാണ് അന്നത്തെ പ്രതിഫലമൊക്കെ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുത്തത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയണേ, അന്ന് ഞാൻ കൊടുത്തത് എന്നെ കൊണ്ട് അതേ പറ്റൂ എന്നുള്ളത് സത്യം. പക്ഷേ എന്നിരുന്നാലും ഈ തായമ്പക ഫീൽഡിൽ അല്ലെങ്കിൽ മറ്റ് മേള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വെച്ച് നോക്കുമ്പോൾ കൊട്ടുന്നവർ വളരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മറ്റുള്ളവരെക്കാൾ വരുമാനം വളരെ കുറച്ചാണെന്നാണ് എൻ്റെ തോന്നൽ. സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ അവരെ ഈ മറ്റ് തായമ്പക പ്രഗത്ഭരെ പോലെ തന്നെ ഇവരും പണിയെടുക്കുന്നുണ്ട്. അങ്ങയുടെ ഗുരുനാഥനായിട്ടുള്ള ഉണ്ണികൃഷ്ണാശാനെ കുറിച്ച് തന്നെ ഞാനൊന്ന് പറയട്ടെ. പണ്ടൊരിക്കൽ അദ്ദേഹം രാത്രി 8 മണിക്ക് അരങ്ങത്ത് വന്നിട്ട് രാവിലെ 4 മണി വരെ അദ്ദേഹം ചെണ്ട തോളത്തുനിന്ന് വെച്ചു എന്ന് പറയുന്ന സമയം സ്ത്രീവേഷത്തിൻ്റെ സമയത്ത് മാത്രമാണ്. ഈ രാത്രി 8 മണിക്ക് വന്ന് ഇതേ 4 മണിക്ക് പോകുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒന്നിനും ഒരു കുറവുമില്ല. മുഖപ്രസാദത്തിനോ കൊട്ടിനോ ഒന്നിനും ഒരു കുറവില്ല. കൊട്ടിനോട് ഇത്രയധികം മറ്റ് കലാകാരന്മാർക്ക് ഇല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആ കലയോട് തൻ്റെ കലയോട് കൂടുതൽ ഇത്രയധികം താതാത്മ്യം പ്രാപിച്ച് അതിനോടൊരു ആസക്തിയുള്ളൊരു മറ്റൊരു കലാകാരൻ, അങ്ങനെയുള്ള കലാകാരന്മാരിൽ പ്രഥമഗണനീയനാണ് ശ്രീ ഉണ്ണികൃഷ്ണാശാൻ എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കളി ഉണ്ടായിരുന്നത് കുചേലവൃത്തം, കല്യാണ സൗഗന്ധികം, ഭഗവതം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 3 കഥയ്ക്ക് ഇദ്ദേഹം തന്നെ വേണം. കുചേലവൃത്തം പത്മനാഭനാരാശാനും സദനം കൃഷ്ണൻകുട്ടി ആശാനും കോട്ടയ്ക്ക് ശിവരാമനാശാനായിരുന്നു. അതുപോലെ കല്യാണ സൗഗന്ധികം രാമകുട്ടി ആശാനും ഗോപിയാശാനുമായിരുന്നു. 3ാമത്തെ കഥ ഭഗവത്തിൽ ആശാരി, നെല്ലിയോടിൻ്റെ ആശാരിയായിരുന്നു. ഇത് 3 കഥയ്ക്കും അതിൽ ഞാൻ എന്നും മനസ്സിൽ അദ്ദേഹത്തിനെ മാനസികമായിട്ട് തൊഴുന്നൊരു വിഷയം ഇതാണ്. ഇതിലധികം കണ്ടിട്ടുള്ള ഇതിലധികം അനുഭവമുള്ള ആൾക്കാരുണ്ടാവാം. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ പൊതുവേ ഈ കഥകളി ഫീൽഡിൽ ചെണ്ടയ്ക്ക് തന്നെ പൊതുവേ മറ്റുള്ളവരെ അപേക്ഷിച്ച് വരുമാനം ലേശം കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതൊരു 100% ശരിയാണത്. എങ്ങനെ വെച്ചാൽ ഒരു തായമ്പകക്കാരന് കിട്ടുന്ന സാമ്പത്തിക അവസ്ഥ ഒരിക്കലും ഒരു കഥകളി ചെണ്ടയ്ക്ക് കിട്ടുന്നില്ല. പിന്നെ ഉണ്ണീഷാശാനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എന്താണെന്നറിയോ, ഈ ജീവിതത്തിൽ നമുക്ക് ഉത്സാഹം മുന്നിലുള്ള ആളാണ്. എപ്പോൾ നോക്കുമ്പോഴും അത് കളരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അടിക്കുകയാണെങ്കിലും അതിന് ഉത്സാഹം തന്നെയാണ്, ചിരിച്ചിട്ടേ അടിക്കുള്ളൂ. അത് കൊട്ടിൽ മാത്രമല്ല, ഒരു ക്ഷീണാവസ്ഥ ഞാൻ പിന്നെ ആ ആശാനിൽ മാത്രം ഇതേവരെ കണ്ടിട്ടില്ല. എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്കൊരു ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. അത് മറ്റുള്ള കാര്യങ്ങളല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഉത്സാഹം മുന്നിൽ നിൽക്കുക. അത് ഞാൻ കുറച്ച് മുന്നേ അങ്ങോട്ട് പറഞ്ഞല്ലോ, ഈ കളി കണ്ട് ശീലമുണ്ടെങ്കിൽ കൊട്ടുകാർക്ക് കൂടുതൽ കിട്ടുന്നത്. ഇത് അങ്ങനെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പം അദ്ദേഹം കൊട്ടുന്നില്ലെങ്കിലും രാമട്ടി ആശാൻ്റെയോ കുമാരനായർ ആശാൻ്റെയോ ഒക്കെ വേഷമുള്ള സമയത്ത് ഇദ്ദേഹം അല്ല കൊട്ടാനെങ്കിൽ പോലും ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം കളി കണ്ട് നിൽക്കണ കാണാം. അതെ, എനിക്ക് അത് അരങ്ങത്ത് അത് അദ്ദേഹം ശിഷ്യരോടും പറയുന്നതാണ് ഞാൻ ധരിച്ചെണ്ണേ. എനിക്ക് മുഴുവൻ അറിയില്ല കേട്ടോ, നിങ്ങൾ കളി കാണണം. പക്ഷെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരരങ്ങിൽ വെച്ചിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ണീഷാശാനായിട്ട് ബന്ധപ്പെട്ട അനുഭവമാണ്. അപ്പോൾ അതാണ് കഥകളിയിലത്തെ ശ്രദ്ധ. അത് അന്ന് ആശാൻ മാത്രമേ ഉള്ളൂ ചെണ്ടയ്ക്ക് പോയി. വേറെ നമുക്ക് കൊട്ടാരമായിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് തന്നെയുള്ളൂ. അപ്പോൾ ഗോപിയാശാനാണെന്നാണ് എൻ്റെ ഓർമ്മ വേഷത്തിന് അരങ്ങത്ത്. അപ്പോൾ എന്നോട് ആശാൻ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു. ആശാൻ അങ്ങോട്ട് വരാൻ അരങ്ങത്തുനിന്ന് ഇറങ്ങി വരാൻ ഞാൻ ഈ വെള്ളം എടുത്ത് ആശാൻ്റെ ഇടത് ഭാഗത്ത് അവിടെ പോയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നിന്നിട്ടുണ്ടായിരിക്കും. ശരി, ഇത്രയും അടുത്ത് വന്നിട്ട് അറിഞ്ഞിട്ടില്ല. അത് മുഴുവനും നോക്കുന്നത്. എനിക്ക് വിളിക്കാൻ ധൈര്യമില്ല. കാര്യം എന്താ വെച്ചാൽ വിളിക്കാനുള്ളൊരു എന്തല്ല ഇത്രയും കൃത്യമായിട്ട്. അപ്പോൾ അത്രയും ശ്രദ്ധ, അത് എല്ലാ കാര്യങ്ങളിലും. അത് ചെണ്ട, അത് ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്താ അറിയോ, പിന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ചന്ദ്രമന്നാടിയാർ ആശാന് ചെണ്ട ശബ്ദം 100% ആവണം. അതിൽ ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്കും കൂടെ തയ്യാറല്ല. അപ്പോൾ അത് എത്ര നന്നായി മൂത്തിരിക്കുന്ന ചെണ്ടയാണെങ്കിലും ആശാൻ കൊട്ടി നോക്കിയിട്ട് അത് ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതഴിക്കണം. പിന്നെ വേറെ വട്ടങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആശാൻ ഏറ്റവും ജൂനിയറായിട്ട് കയറിയിരുന്നു. അപ്പോൾ ചെണ്ടയ്ക്ക് നോക്കുന്നത് ഉണ്ണീഷാശാനാണ്. അപ്പോൾ ഈ അന്ന് മെഷീനോ കാര്യങ്ങളൊന്നുമില്ല, അരയിലിട്ടിട്ട് ആശാൻ തന്നെ അത് വലിച്ച് കഥകളി ചെണ്ടയ്ക്ക് നല്ല, അത് നമുക്ക് മനസ്സിലാവില്ല. അത്രയും നല്ല ശബ്ദത്തിന് എന്താ തകരാറ് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അത്രയും കൃത്യമായിട്ട് ആണ് ആ ചെണ്ടയുടെ ശബ്ദങ്ങൾ നോക്കിയത്. അപ്പം ചെണ്ടയിൽ മാത്രമല്ല, ചെണ്ട കോർക്കുന്നതാണെങ്കിലും വലിക്കുന്നതാണെങ്കിലും കൊട്ടുന്നതാണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും ഏറ്റവും മുൻപിൽ ഉത്സാഹം മാത്രമാണ്. അപ്പോൾ ഉത്സാഹം മുൻപിലുള്ള ആൾക്കാർക്ക് മടുപ്പുണ്ടാവില്ല. അത് ജീവിതത്തിലൊരു ഭാഗമാണ്. എന്ത് കാര്യത്തിനെയും ഉത്സാഹത്തോടു കൂടി സമീപിക്കുന്ന ആൾക്ക് ഒരിക്കലും മടുപ്പ്. അത് ശരിക്കും ഉത്സാഹം തന്നെയാണ് നമ്മളിവിടെ ഇരിക്കാൻ കാരണം. അല്ല, അതിന്റെ ഒരു അത് നമ്മൾക്ക് കുട്ടികൾക്കും ഭാഗമാണ്. അതിന് ശേഷം വന്ന കുട്ടികൾക്ക് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിയൊക്കെ കിട്ടും. പക്ഷെ എങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള കാരണം നമ്മൾക്ക് കൃത്യമായിട്ട് അവസ്ഥ. അപ്പം അത് എല്ലാവരിലും കാണാത്തൊരു വിഷയമാണ്. അപ്പം അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് ഓരോ ആശാന്മാർക്കും ഓരോ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട് ചെണ്ടയിലേ. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയപ്പോൾ അന്ന് കല്ലൂര് രാമൻകുട്ടി ആശാൻ്റെ തായമ്പകയാണ്. അതായത് കേളി കൂട്ടിയിട്ട്. അപ്പോൾ ഈ കേളിയുടെ മുഖത്തെ കുറിച്ചിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരുവിധം വാദ്യക്കാർക്കൊക്കെ അറിയാതിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ അവസ്ഥ. പക്ഷേ എങ്കിലും എനിക്കന്നത് അറിയില്ല. ആശാനോട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഏത് രാത്രിയാണെങ്കിലും
ഉറക്കമൊന്നുമില്ല, പറഞ്ഞുതരാം. മാനസികാവസ്ഥ ഉള്ള ഒരാളാണ് കല്ലൂർ രാമൻകുട്ടി ആശാൻ. അതിനോട് ഈ കേളിയുടെ മുഖം ഒരു രൂപമില്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ, തുടങ്ങുന്ന കാലത്തിലല്ല എന്നാണ്. ഇപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെന്താ സിമ്പിളല്ലേ, 4 കാലത്തിലാണ് കേളിയുടെ ആ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഇതിൻ്റെ ഇരട്ടിയായി, പിന്നെ അതിൻ്റെ ഇരട്ടിയായി. 4-മത്തെ കഷ്ണം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏകതാളത്തിലെത്തി. അപ്പോൾ 4 കാലത്തിലാണ് കേളിയുടെ മുഖം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അത് വലിയൊരു അറിവാണ് നമുക്ക്. അപ്പോൾ ഈ ഇതായിട്ട് പഠിക്കാതെ തന്നെ, അപ്പോൾ അതിന് മുൻപേ കേട്ടിട്ടുണ്ട് കേളി മുഖം ഓരോരുത്തർ താളത്തിലാവാൻ വേണ്ടിയിട്ട് ആ കഷ്ണങ്ങൾ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ താളത്തിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അടിസ്ഥാനം ചിന്തിച്ച് നോക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞത് നോക്കുമ്പോൾ 100% യുക്തിയാണ്. അങ്ങനെ കുറേ ഓരോരുത്തരിലും ഓരോ വ്യത്യസ്തത നമ്മുടെ ഗുരുനാഥന്മാരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്ദ്രമനാടിയാർ ആശാനെ സംബന്ധിച്ചിടത്തോളം ആശാന്മാരെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് ആ സ്ഥാനങ്ങൾ അങ്ങ് അത്രയും കൃത്യം തന്നെയാണ്. ഒരു അപശബ്ദം അദ്ദേഹത്തിൻ്റെ ചെണ്ടയിൽ നിന്നും വരില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. അങ്ങനെയാണ്. അച്ചുണ്ണിപ്പോൾ ആശാനെ സംബന്ധിച്ചിടത്തോളം കളരിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാവും, 5 ദിവസവും അടി കിട്ടും. അങ്ങനെ പഠിക്കാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു വിട്ടുവീഴ്ചയില്ല. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അച്ചുണ്ണിപ്പോൾ ആശാനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ കുറേ അധികം പറയാനുണ്ട്. ജീവിതത്തിൽ നമുക്ക് കലാമണ്ഡലത്തിൽ ചെന്ന് ചേരുമ്പോൾ, ഈ കലാമണ്ഡലം ഒരു ഭൂലോക വൈകുണ്ഠമാണ്. എന്താണെന്നറിയില്ല. നമ്മൾ നാട്ടിൽ കലാമണ്ഡലം എന്താണ്, കലാകാരന്മാർ. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒക്കെ ക്ലീൻ ഷേവ് ആയ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഒരു പ്രത്യേകമായ ലോകത്താണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ ഓരോരുത്തർ ഇന്നാളാന്ന് അറിയുമ്പോൾ നമുക്കത് കുറേശ്ശെ അറിഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആശാന്മാരെ പഠിപ്പിക്കുന്നത്, അവരോട് എങ്ങനെ പെരുമാറണം നമുക്കറിയില്ല, എങ്ങനെ ഇതാറിയുന്നില്ല, ഒന്നും അറിയില്ല ആ രീതിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചുണ്ണിപ്പോൾ ആശാനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ, അന്ന് ചെറിയതാണെങ്കിൽ ഇന്ന് വലിയ കാര്യങ്ങൾ. ആശാന് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കണം. ചെറിയൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ അത് മെസ്സിന്ന് ആശാൻ്റെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കണം. ആ റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ആശാൻ പറയും, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പാത്രങ്ങളെടുത്ത് പോടാൻ പറയും. വരുമ്പോൾ കഴിയും, എന്താ പറയുക, നീ ഊണ് കഴിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ പറയും ആശാൻ. അത് നമ്മൾ ഊണൊക്കെ കഴിച്ച് അവിടെ കൊണ്ടു കൊടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുമ്പേ തന്നെ നമ്മൾ കൊണ്ടു കൊടുക്കും. അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രമൊക്കെ ഒന്ന് മോറി വയ്ക്കാൻ ചെല്ലാൻ പറയും. അവിടെ ചെല്ലാൻ പറയുമ്പോൾ നമ്മൾ ഊണ് കഴിച്ചിട്ടാവും പോയിട്ടുണ്ടാവുക. അവിടെ ആശാൻ എടുത്തിട്ട് അതിൽ പിന്നെ കുറച്ച് ചോറുണ്ടാവും, കറി ഉണ്ടാവും, മോരുണ്ടാവും, എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കറിയും. എന്നിട്ട് പിന്നെ അത് കഴിക്കുക പറയും. ഇവിടെ വയറ് ഫുള്ളായിട്ടാണ് പോവുക. അവിടുന്ന് ആശാൻ പറഞ്ഞാൽ കഴിക്കാതെ വയ്യ. കഴിഞ്ഞിട്ട് പിന്നെ ആശാൻ കളഞ്ഞോ ചോദിക്കുന്നോട്. ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആശാന്മാരുടെ അടുത്ത് ഒരു അസത്യം എന്ന് പറയുന്നത് പറയില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരു വറ്റ് പോലും അതൊന്ന് കളയാതെ, അത് ആശാൻ നമുക്ക് ജീവിതത്തിൽ പിന്നീടുള്ള കാര്യങ്ങളിൽ ഇതാകില്ല. പിന്നെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, പിന്നെ അന്ന് ചോദ്യം മതിയേ, ഒരു ദിവസം ചോദിക്കാം, നീ ബീഡി വലിക്കു വെച്ചു. ബീഡി വലിക്കുന്ന വെച്ചാൽ അപ്പോൾ നമ്മളുടെ ബീഡി വലിക്കില്ല, കലാമണ്ഡലല്ലേ, കുട്ടികളല്ലേ, എന്നെ കണ്ടപ്പോൾ ഇല്ല പറഞ്ഞു. അപ്പോൾ അത്രയും ആശാൻ നമ്മളുടെ കാര്യത്തിൽ കണ്ടാൽ അങ്ങനെയൊന്നും അല്ല, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നില്ല. പിന്നെ നമ്മൾ വലിക്കുന്ന ആളാണെങ്കിലും ആ ചോദ്യം കേട്ടാൽ
പിന്നെ വരിക്കില്ല. അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധ വരുത്തിയെന്ന് വെച്ചാൽ വിവാസം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും എന്താ വെച്ചാൽ അങ്ങനെയുള്ള കലാമണ്ഡലത്തിലെ പഠിത്തത്തിൽ ഞാൻ കഥകളിക്ക് കുട്ടിയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ആശാന്മാരായിട്ടുള്ള ഈ സജ്ജനങ്ങള് പിന്നെ പ്രഗത്ഭന്മാരായിട്ടുള്ള സഹവാസങ്ങൾ നമ്മുടെ ജീവിതത്തിലൊരു പുണ്യമാണ്. അങ്ങേക്ക് ഇപ്പോൾ കൃഷ്ണൻകുട്ടി പുതുവാൾ ആശാൻ മുതൽ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരുടെ അടുത്ത് പഠിക്കാനും ഉള്ളൊരു മഹാഭാഗ്യം ഉണ്ടായല്ലോ. അപ്പോൾ ആ കാലത്ത് തന്നെ മറ്റ് വിഭാഗങ്ങളിൽ ഗുരുനാഥന്മാരായിട്ടുണ്ടായിരുന്നവരെ, അതുപോലെ കൂടെ സമപ്രായക്കാരായിട്ടുള്ള പഠിച്ചിരുന്നവരെ ഒക്കെ ഓർത്തെടുക്കാൻ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ മദ്ദളത്തിൽ അപ്പൂട്ടിപ്പോൾ ആശാൻ, പിന്നെ നമ്പീശൻകുട്ടി ആശാൻ, ശിവാശാൻ, നാരായണാശാൻ, രാമദാസ്, അങ്ങനെ അഞ്ച് ആൾക്കാരായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ മദ്ദളത്തിൽ. അപ്പോൾ ഈ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് പിന്നെ മേളപ്പദം പ്രാക്ടീസ് ചെയ്യും ചെണ്ടയും മദ്ദളമൊക്കെ വെച്ച്. ആ സമയത്ത് നമ്പീശൻകുട്ടി ആശാൻ്റെ കളരിക്ക് മദ്ദള കളരിക്കാണ് പറഞ്ഞയക്കുക. മദ്ദളക്കല്ല് അതിൽ വേറൊരു കാര്യമുണ്ട്. പിന്നെ അവിടുന്ന് അവർ ഇങ്ങോട്ടാ വന്നിച്ചാൽ എനിക്കടി ഉറപ്പാണ്. ഞാനിവിടുന്ന് അങ്ങോട്ട് പോയാൽ അവർക്കും ഇവിടെ അവിടുത്തെ മദ്ദളത്തിന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ സീനിയറായിട്ട് ആരെങ്കിലും ഒരാളെ പറഞ്ഞയക്കുള്ളൂ നാളെ മേളപ്പദം പ്രാക്ടീസ് ചെയ്യാം. സീനിയറായിട്ടുള്ള ഒരാളെ നോക്കാൻ പറഞ്ഞയക്കും. അത് കുട്ടേട്ടനോ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് വരിക. അപ്പോൾ അവിടെ എൻ്റെ നമ്പീശൻകുട്ടി ആശാൻ്റെ കളരിയിൽ വെച്ചിട്ടാണ് മേളപ്പദം പ്രാക്ടീസ് ചെയ്യലുണ്ടാവുക. അപ്പം അന്ന് ഇപ്പോൾ മൺമറഞ്ഞ ഒരു പ്രഭു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവിടെ പനമണ്ണുള്ള ആളാണ്. ഒരു ജീനിയസ് എന്ന് തന്നെ പറയാം. പഠിക്കുന്ന കാലത്തും നല്ലോണം സാധകവും നല്ലോണം അങ്ങനെയുള്ള ഒരാളാണ്. അയാളായിരുന്നു എൻ്റെ കൂടെ മദ്ദളം. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നമ്പീശൻകുട്ടി ആശാനായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആശാൻ നന്നായിട്ട് അയാളെ പറയുന്നതോടുകൂടി നമ്മളുടെ അടുത്ത് വല്ല പിഴവും വന്നാൽ നമ്മൾക്കും ആശാൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഒരു നോട്ടോ ഒരു പറയൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്പീശൻകുട്ടി ആശാനായിട്ട് കുറേ അധികം ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ശിവാശാൻ പിന്നെ ഈ കലാമണ്ഡലത്തിന് ഇറങ്ങിയിട്ട് മേളങ്ങളൊക്കെ ഒത്തിരി പോകുന്ന സമയത്തും പല ഭാഗത്തു നിന്നും ആശാനായിട്ട് ഇപ്പോഴും ആ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന അനുഭവങ്ങളുണ്ട്. പിന്നെ മറ്റ് അന്ന് അവിടെ പഠിക്കുന്ന കാലത്തുള്ള ബന്ധം എന്നല്ലാതെ ബാക്കിയുള്ള കഥകളിയുടെ ആശാന്മാർക്കും ഒക്കെ പിന്നെ അതിങ്ങനെ നിലനിർത്താനോ ഞാൻ ഒരു കൊല്ലത്തോളമാണ്, ഒരു 1-2 കൊല്ലത്തോളമാണ് കഥകളിയായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അത് കാണുമ്പോൾ ഉള്ളൊരു ബന്ധം എന്ന് മാത്രമേ അതായിട്ടുള്ളൂ പറയാൻ പറ്റും. മറ്റതൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് പറയാൻ വയ്യ. ഈ മേളം ചെണ്ട വിഷയം വളരെയധികം 2-3 തലത്തിൽ കൈകാര്യം ചെയ്യാനും ഒക്കെ പഠിച്ചുല്ലോ. അങ്ങേക്ക് ശിഷ്യന്മാരുണ്ട്. ഞാൻ കുറേ നാട്ടിൽ തന്നെയാണോ പഠിപ്പിച്ചത്? നാട്ടിലുണ്ട്. പിന്നെ ഈ കൊടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ശിഷ്യന്മാരുണ്ട്. ഇപ്പോഴും അതില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 1-2 ശിഷ്യന്മാർ കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് പിന്നെ അവരവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ അതെ എല്ലാവരും വെറും കലകളെ മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരല്ല. ഈ അങ്ങ് 2-3 തലമുറ എന്ന് പറയാം എന്ന് തോന്നുന്നു. പുതുവാൾ ആശാൻ മുതൽ ഇങ്ങോട്ടുള്ള ഇത്രയും കാലത്തെ ഒരു ഇത് ചെണ്ട വിഷയങ്ങളൊക്കെ വളരെയധികം കണ്ടും കേട്ടും ആസ്വദിച്ചിട്ടുള്ള ആളാണല്ലോ. അന്നത്തേക്കാൾ മേളങ്ങളിലൊരു വളർച്ച ഒന്ന് വിലയിരുത്താമോ? വളർച്ചയുണ്ട്. വളർച്ചയാണോ തളർച്ചയാണോ എന്ന് പറയാൻ വയ്യ, രണ്ടും പറയണം. കാര്യം ഞാൻ പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ആ കുട്ടിയുടെ ഒരു മുത്തശ്ശനായിട്ടുള്ള ഒരാൾ പൂക്കാട്ടിയുള്ളൊരു കുഞ്ഞപ്പുതുവാളെന്നാണ്. അപ്പം അദ്ദേഹം പഠിപ്പിക്കൽ കഴിഞ്ഞ് അദ്ദേഹമായിട്ട് സംസാരിച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അങ്ങക്ക് പൂജാ കാര്യങ്ങൾ അറിയാമല്ലോ, അതുപോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ ഈ ഓരോ പിന്നെ താളത്തിനും ധ്യാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശരി, എനിക്കത് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അറിവാണ്.
ധ്യാനം. അപ്പോൾ എനിക്ക് അദ്ദേഹം ത്രിപഠിയും ഏകതാളത്തിൻ്റെയും ധ്യാനം എഴുതി തന്നു. എവിടെയോ ഉണ്ട്, ഞാനത് അന്ന് ഇപ്പോൾ ഓർമ്മ ഉണ്ടോ? ഇല്ല, പക്ഷെ എവിടെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ താളങ്ങൾക്കും ധ്യാനം എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഒരു കലാകാരൻ ആ വിളക്കിന് മുൻപ് പോയി നിൽക്കുമ്പോൾ ഏത് താളത്തിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ താളത്തിന് ധ്യാനിച്ചിട്ട് വേണം ചെയ്യാനാണ്. ഇപ്പോൾ ധ്യാനമില്ല. അപ്പോൾ അത്രയും നിഷ്കർഷമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന്, അപ്പോൾ എനിക്കും അറിയില്ല, അദ്ദേഹം പറയുമ്പോഴാണ്. അദ്ദേഹം കൃത്യമായിട്ട് 2 ത്രിപഠി എഴുതി തന്നു. ത്രിപഠിയും ഏകതാളവും പിന്നെ ചെമ്പടി 3 താളത്തിൻ്റെ ധ്യാനം എഴുതി തന്നു. അപ്പോൾ അങ്ങനെ ധ്യാനം ഉണ്ട് എന്നുള്ളൊരു അറിവ് തന്നെ ഉണ്ടായത് അടുത്ത കാലത്ത് അപ്പോഴാണ്. പിന്നീട് അത് മാറ്റങ്ങൾ, ഇപ്പോൾ തായമ്പകയിൽ തന്നെ മാറ്റങ്ങൾ എടുക്കാം. ഞാനിപ്പോൾ തായമ്പ കൊട്ടാറുണ്ട്. കൊട്ടുന്ന സമയത്ത് എൻ്റെ ആശാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് ആദ്യം ഡ എന്ന് 2 അടി കഴിഞ്ഞാൽ 7 എണ്ണം വക്കത്ത് വെക്കണം. 8ാമത്തെയാണ് നടുക്കാണ് ആശാൻ പഠിപ്പിച്ചു തന്നത്. ഞാൻ ഇപ്പോഴും ആശാൻ എന്താണോ പഠിപ്പിച്ച് അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാർ, ഞാൻ ചെയ്യുന്നത് ശരിയാന്നല്ല പറയുന്നത്, ഞാൻ എൻ്റെ ആശാൻ പറഞ്ഞത് എനിക്ക് ശരി, അത്രയും. ഇപ്പം അതിൽ തന്നെ നമുക്കൊരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ സന്ധ്യവേലയുടെ അവസാനത്തെ അടിയിൽ നിന്ന് തായമ്പക തുടങ്ങും. എന്നിട്ട് താളത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 6 അടി കഴിഞ്ഞ് 7ാമത്തേന് നടുക്കിലേക്ക് താളത്തിലേക്ക് കണക്കാക്കാൻ വേണ്ടി. അപ്പോൾ ഈ പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ തായമ്പക ഉണ്ടെങ്കിൽ എന്തുണ്ടാവും എഴുതി വയ്ക്കാം, സന്ധ്യവേല തായമ്പക എന്ന് പ്രത്യേകം എഴുതും പഴയ കാലത്തെ നോട്ടീസിൽ. അപ്പോൾ സന്ധ്യവേലയും തായമ്പകയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സന്ധ്യവേല തായമ്പകയ്ക്ക് വേണ്ടി മാത്രമല്ല സന്ധ്യവേല. അന്നത്തെ കാലഘട്ടത്തിൽ സന്ധ്യവേല കഴിഞ്ഞാൽ ചിലപ്പോൾ കേളി കൊട്ടും, ചിലപ്പോൾ കുഴൽപ്പറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വെറും സന്ധ്യവേല ഉണ്ടാവുള്ളൂ. അപ്പോൾ സന്ധ്യവേല വേറെയാണ്, തായമ്പക വേറെയാണ്. ഇപ്പോൾ അധികം മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് താളത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സന്ധ്യവേലയുടെ അവസാനത്തിൽ നിന്ന് തുടങ്ങി 6 അടി കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആശാന്മാർ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു യുക്തി തോന്നുന്നത്, പിന്നെ ഈ 2 അടി ഉണ്ടല്ലോ, ആദ്യത്തെ ഡ എന്നുള്ളത് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതാണ് തായമ്പക, കൂട്ടമായിട്ടല്ല, ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഏത് കാലത്തിലാണോ അത് എന്നുള്ളതും ധരിപ്പിക്കലും കൂടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലനിർണയം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 അടി ഡ. അത് താളത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ശരിയാണോ അറിയില്ല. എൻ്റെ ഭാഷയിൽ അത് ശരിയല്ല തന്നെയാണ് ഞാൻ പറയുക. ആ കാലം കാണിച്ചതിന് ശേഷമുള്ള 7 അടി മുതൽ ആശാന്മാർ, കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ പൂർവികരായിട്ട് ആൾക്കാർ ഇത് സൃഷ്ടിച്ചപ്പോൾ ഒരു താളബോധവും ഒരു കണക്കും ഇല്ലാത്ത ആൾക്കാരാവില്ല. അപ്പോൾ പൂർവികമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ, അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപാട് ചിന്തിച്ചിട്ട് വേണം. അപ്പം ഇന്ന് 90% ആൾക്കാരും ചെയ്യുന്നത് ഈ തായമ്പകയിൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയാണ്. അത് അങ്ങനെ ആ തായമ്പകയിൽ പിന്നെ പതികാലം, വിളംബകാലം, മധ്യമ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ പോയി എത്തിക്കുന്നുണ്ട്. ഈ പോയി എത്തിക്കഴിഞ്ഞാൽ ഇന്നും ഒരു സംശയമുള്ളൊരവസ്ഥയാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ബലറാമാശാൻ എന്നോട് ഇങ്ങോട്ട് പറയണ്ടായി, ആശാൻ എനിക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്ന വിഷയമാണ്. തായമ്പക അവസാനിച്ച് കഴിഞ്ഞാൽ ഇത് ഈ വന്ന കാലമൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഷ്ണാണ് ആ കലാശിക്കുന്നത്. ഈ വന്ന കാലത്തിലും ബന്ധമില്ല, അല്ലെങ്കിൽ അത്രയും വലിയൊരു കാര്യം അവിടെ ഇങ്ങോട്ട് അവസാനിപ്പിക്കുന്നു. അത് താളായിട്ടും ബന്ധമില്ല,
എന്താ ചോദിച്ചാൽ കലാശിക്കുക. അപ്പോൾ അതിനേക്കാളും വലിയൊരു കലാശമാണ് തായമ്പകയിൽ അപ്പുറത്ത് കഴിയുന്നത്. അപ്പോൾ ഈ മേളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ തളർച്ചയാണോ വളർച്ചയാണോ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ആശാന്മാർ, ഞാനിപ്പോഴും പറയുന്നത്, ആശാന്മാരാ കാണിച്ചു തന്നത് 100%. സന്ധ്യവേല വേറെ, തായമ്പക വേറെ. പിന്നെ അതേപോലെ കലാശിക്കുക, കുട്ടി കലാശിക്കുക എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പിന്നെ ബലറാമാശാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയും നമ്മളുടെ ഒരു ബോധതലത്തിനെ ഒരു മുറുകിയ അവസ്ഥയിൽ എത്തിച്ചിട്ട്, അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് പിന്നെയും ആ സാധാരണ അവസ്ഥയിലേക്ക് ഒരു താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെ ഒരു സൂചിപ്പിക്കുക, അല്ല ഉറപ്പിക്കുകയല്ല, അങ്ങനെയൊക്കെ ആവാന്നുള്ള ചിന്തകൾ അങ്ങനെ പലതരത്തിലും ഉണ്ടാവാം. അപ്പോൾ മേളത്തിനും അതേപോലെ തന്നെയാണ്. മേളത്തിന് പിന്നെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു തരുമ്പോൾ, പിന്നെ എന്നെ പഠിപ്പിച്ച് തരുമ്പോൾ ഈ ഓരോ മേളത്തിനും പിന്നെ എത്ര കലാശം വെച്ചിട്ട്, അപ്പോൾ പഞ്ചാരി കൊട്ടുകയാണെങ്കിൽ അവസാനം കുഴയിൽ 20 കലാശം എടുക്കണം എന്നുള്ള കണക്കാണ്. അതിനനുസരിച്ചാണ് മേളം പോകേണ്ടതെന്നാണ്. അറിയാതെ പോകണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥ പ്രഗത്ഭരും കേമായിട്ടുള്ള നല്ല സാധകമുള്ള ആൾക്കാരൊക്കെയാണ് കൊട്ടുന്നത്. പക്ഷേ ഒരു മേളത്തിൻ്റെ അവസാനം ഒരു തീരുകലാശം കലാശിക്കുന്നത് ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിലേ ഉള്ളൂ. അതിൻ്റെ ആ പഴയ അവസ്ഥയിൽ നിന്ന് ഒരു മേളം കഴിഞ്ഞു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നില്ല എന്നൊരു സംശയമുണ്ട്. ഞാൻ ഉറപ്പിക്കുന്നില്ല, എല്ലാവരും ചിന്തിക്കേണ്ടതാണത്. അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് മേളം ആസ്വാദനം ആ ഒരു തലമാണ്. ഇപ്പോഴത്തെ മേളാസ്വാദനം വേറൊരു തലത്തിലാണ്. ഇപ്പോൾ കലാകാരന്മാരും മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ആസ്വാദകരുടെ ഇതിനനുസരിച്ച് കലാകാരന്മാർ സ്വയം മാറുന്നതാവാം, അങ്ങനെയും വരാം. അപ്പോൾ അത് ആസ്വാദന തലത്തിലേക്ക് വിട്ടുകൊടുക്കാനാണ് നമുക്ക് പറ്റുക. അതിൽ ശരിയും തെറ്റും നമുക്ക് ഒന്നും നിശ്ചയിക്കാൻ പറ്റും. കാര്യം ഇതിന് ആത്യന്തികമായിട്ട് ഒരു പ്രമാണങ്ങളും ഇല്ലാത്തതുകൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ വാദ്യത്തിൻ്റെ വിഷയത്തിൽ പിന്നെ അധികം പിന്നെ ക്ഷേത്രവാദ്യങ്ങളായിട്ട് വിഷയപ്പെട്ടിട്ട് ഇവിടെയുള്ള പാണിയല്ല വടക്കോട്ടുള്ളത്, അങ്ങനെയൊക്കെ അറിയാമല്ലോ. തെക്കോട്ടുള്ള പാണി വ്യത്യാസമുണ്ട്. ഓരോ ക്ഷേത്രത്തിലേക്കും പാണി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ വയ്യ. പിന്നെ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ മറ്റുള്ളവരുടെ അധിനിവേശം ഇല്ലാതിരിക്കാൻ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കൊട്ടുന്ന പാണി വേറൊരു അമ്പലത്തിലും ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ള അവസ്ഥ ഉണ്ടാവരുത്, അറിയുന്ന ആൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെയാണ് ഈ മേളത്തിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാലും താളവട്ടങ്ങൾ നിർദ്ദേശിക്കും. ഇപ്പോഴും നമ്മളുടെ മുൻപിൽ കിടക്കുന്ന പാണ്ടി പഞ്ചാരി, മറ്റുള്ള എത്ര മേളങ്ങളുണ്ടെങ്കിലും പാണ്ടി പഞ്ചാരി മേളങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം അതിനും ഇതേപോലെ അതും ഒരാളുടെ മഴമംഗലത്ത് നമ്പൂതിരി അങ്ങനെയൊക്കെയാണ് പഞ്ചാരിയുടെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും സൃഷ്ടി എന്നുള്ളൂ. ഇതൊന്നും പിന്നെ ആത്യന്തികമായിട്ട് മുഴുവൻ ശരിയാണോ തെറ്റാണോ പറയാൻ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴാണ് ഓർമ്മകൾ വരുമ്പോൾ പിന്നെ ആദ്യത്തെ കളിക്ക് കലാമണ്ഡലത്തിന് അന്ന് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളെ കളിക്ക് കൊണ്ടുപോകുന്നത് ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി കലാമണ്ഡലത്തിൽ 2-3 പിന്നെ ട്രൂപ്പ് കളി ഉണ്ടാവും. അപ്പോൾ ഒരാശാനും അല്ലെങ്കിൽ 2 ആശാന്മാരും ഒരു കുട്ടികൾ, അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ കളിക്ക് ചാൻസ് കിട്ടിയത് കലാമണ്ഡലത്തിന് പുറത്ത്. അത് ചുടുവാലത്തൂരായിരുന്നു, ശിവക്ഷേത്രത്തിൽ. അന്ന് അച്യുനിപ്പോൾ ആശാനും വിജയകൃഷ്ണൻ ആശാനുമായിരുന്നു
കളിക്ക് ഉത്തരാസ്വയംവരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തരാസ്വയംവരത്തിൽ എന്ന കുട്ടിത്തരം ഉത്തരൻ്റെ ഭാഗം നമുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ശിവാശാനും ചുണ്ണിപ്പോളാശാനും മദ്ദളത്തിന് ശിവാശാനും. അപ്പോൾ ആശാന്മാർ കൊട്ടി ആ സമയമാകുമ്പോൾ ഞാനും കുട്ടിനാരായണൻ മദ്ദളത്തിലെ കുട്ടിനാരായണൻ ഞങ്ങൾ രണ്ടാളാണ് മാറേണ്ടത്. അപ്പോൾ കളിക്കൊന്നും പോയിട്ട് അത്ര വലിയ ശീലമായിട്ടില്ല, ഉറക്കം മുഴുവൻ ഉറക്കൊഴിച്ചിട്ടുള്ള ശീലമായിട്ടില്ല. അപ്പോൾ ആ സമയമാവാൻ വേണ്ടിയിട്ട് പിന്നിൽ പോയിട്ട് ആദ്യം അവിടെ പോയി നിന്നു. പിന്നെ പിന്നിലാണ് തിരശ്ശീലയുടെ പിന്നിൽ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു. നല്ല കുംഭമാസമാണല്ലോ, ചെറിയ ഒരു മഞ്ഞും തണുപ്പ് പോലെയൊക്കെ ഉണ്ട്. എപ്പോഴാ അറിയില്ല, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് ആശാന്മാർ രാഗം പാടി കലാശിക്കോളം ക്ഷമിച്ചിരുന്നു. പിന്നെ നമ്മൾ ചെല്ലുന്നത് കാണാനില്ല. അപ്പോൾ ശ്ലോകം തുടങ്ങിയപ്പോൾ പാട്ടിയരോട് പറഞ്ഞിട്ട് രണ്ടാളും ചെണ്ടയും മദ്ദളൊക്കെ അവിടെ വെച്ച് വന്നപ്പോൾ ഞാനും കുട്ടിനാരായണനും ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങും. അച്ഛന് കോളേജിൻ്റെ അടുത്ത് ചെണ്ടക്കോലും ഉണ്ട്. പിന്നെ ഒരു ഞെട്ടി നീക്കലാണ് ഉണ്ടായത്. ചാട്ടിയാണ് വീഴണത്. എത്ര അടിയെ കിട്ടിയെന്ന് അറിയില്ല. അങ്ങനെ വേഗം പോയി പൊട്ടി. അതിന് ശേഷം എന്താന്ന് വെച്ചാൽ കഥകളി എന്ന് പറഞ്ഞിട്ട് വിളക്ക് വെച്ചാൽ പിന്നെ ഉറക്കം വരില്ല. ഉറങ്ങാൻ സാഹചര്യം ഉണ്ടായാലും നമുക്കങ്ങനെ ഉറക്കം തോന്നില്ല. അതാണ് ആദ്യത്തെ കളിയുടെ അനുഭവം. പിന്നെ കഥകളിക്ക് ഈ അന്തരിച്ചൊരു രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, എൻ്റെ സീനിയറായിട്ടുള്ള ആൾ. അയാൾ വടക്ക് ഭാഗത്ത് തളിപ്പറമ്പ് കഥകളി കേന്ദ്രം അങ്ങനെയൊക്കെയുള്ള കുറേ ചേമഞ്ചേരി കലാലയത്തിൽ അതിലൊക്കെയുള്ള കളിക്കൊട്ടിന്. അപ്പം അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കളിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നോട് പറഞ്ഞു മുരളി പോയാൽ മതി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കൊട്ടി ശീലമില്ല. അങ്ങനെ ഇവിടുന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ദുര്യോധനവധമുണ്ട്. അത് പിന്നെ ഏകദേശം കടലാസിലൊക്കെ കുറിച്ച് വെച്ച് അത്ര ബൈഹാട്ടൊന്നുമല്ല. അങ്ങനെ ഒരു കളിക്ക് പോയിട്ട് കൊട്ടേണ്ട ഒരവസ്ഥ. നേരെ ചെയ്യുമെന്ന് വെച്ചാൽ അന്ന് അറിയില്ല, പക്ഷെ കളി കഴിച്ചു കൂട്ടി. അങ്ങനെ ഒരു കഥകളുടെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ചെണ്ട വിഷയത്തിൽ മേളായാലും കളിക്കോട്ടായാലും പിന്നെ അതിനു മുന്നേ നാടൻ രീതികളൊക്കെ പഠിച്ച അങ്ങ് ഇപ്പോൾ ജീവിതമാർഗമായിട്ടും അത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും? ജീവിതമാർഗം ഞാൻ എൻ്റെ ആക്സിഡൻറ്റിൻ്റെ മുൻപ് എല്ലാം ഞങ്ങൾ ജ്യോതിഷമാണ് ഞങ്ങളുടെ പാരമ്പര്യമാണോ? പാരമ്പര്യമാണ്, കുലത്തൊഴിൽ അതുണ്ടായിരുന്നോ? അച്ഛൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പിന്നെ ആദ്യ കാലഘട്ടത്തിൽ പഠിച്ചു വെച്ചിരുന്നു. അത് ഞങ്ങളുടെ എല്ലാവരും പഠിക്കണം, നിർബന്ധമാണ് എൻ്റെ ബേസിൽ. അങ്ങനെ പഠിച്ച് പിന്നെ കൊട്ടിന് മാത്രമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അതിനായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൾ, ആക്സിഡൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിന് ശേഷമാണ് എനിക്കിതെന്താ ചെയ്യേണ്ടതെന്നുള്ള തോന്നൽ വന്നത്. ജീവിക്കണമെങ്കിൽ മറ്റേതെന്താന്ന് വെച്ചാൽ അതുവരെ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നാടൻ കൊട്ടുകളാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതി. അപ്പം അതിനുശേഷം ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തു. ഇപ്പോൾ ജ്യോതിഷം തൊഴിലും കലയും അങ്ങനെയാണ് ഇപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. മറ്റേത് ജ്യോതിഷം ഞങ്ങളുടെ കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട്. ഈ ആദ്യം പഠിപ്പിച്ചത് നേരെ ഏട്ടൻ തന്നെയാണോ? വേണുഗോപാൽ എൻ്റെ വല്യച്ഛൻ്റെ മകനാണ്. ഒക്കെ നാടൻ സമ്പ്രദായത്തിലെ നല്ല അദ്ദേഹം അതിന് ശേഷം ഈ അങ്ങയുടെ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വല്യച്ഛൻ്റെ അടുത്തോ പഠിക്കലല്ലാതെ ചിട്ടയായിട്ട് വേറൊരു രീതിയിൽ പഠനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല. അദ്ദേഹം നല്ലോണം കാണും, എല്ലാവരുടെ കൊട്ടും കാണും, നല്ലോണം ആസ്വദിക്കും. അതിൻ്റെ ഇടയിൽ വർഷത്തിലൊന്നും അദ്ദേഹത്തിന് ജ്യോതിഷം തന്നെയാണ്. ജ്യോതിഷത്തിലെ പ്രാധാന്യമുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ കഥകളിയായിട്ടുള്ള ബന്ധങ്ങൾ. ഇത്രയും നേരം അങ്ങയുടെ കുട്ടിക്കാലം മുതലുള്ള കുടുംബജീവിതം അടക്കം കലാപരമായിട്ടുള്ള അനുഭവങ്ങളും കുട്ടിക്കാലത്തെ പഠനം മുതൽ ഉള്ള എല്ലാ വിഷയങ്ങളും കലയോടുള്ള അങ്ങയുടെ താല്പര്യങ്ങളും അതുവഴി അങ്ങേക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാവാം, എല്ലാം നേരിട്ട് കേൾക്കാനും
അത് അനുഭവിച്ച് അറിയാനും എനിക്കും ഒരു മഹാഭാഗ്യമുണ്ടായി. വളരെ വളരെ സന്തോഷം അങ്ങയോട് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിൽ അങ്ങയോടും ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണ ആശാനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ആളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിവുമില്ല. അതുകൊണ്ട് വളരെയധികം തെറ്റുകുറ്റങ്ങളുണ്ടാവാം. അതെല്ലാം സദയം കലാസ്വാദകരും കലാകാരന്മാരും സദയം ക്ഷമിക്കണം. നമസ്കാരം. അങ്ങനെ പറയുമ്പോൾ എനിക്കും ഒരു വലിയൊരു ഭാഗ്യമാണ്. ഞാനിതിന് ഇങ്ങനെ പറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ, അങ്ങ് 2 പ്രാവശ്യം ഗുരുവായൂരപ്പനെ പൂജിക്കാൻ കഴിഞ്ഞ ഒരാൾ, അച്ഛനും അമ്മയും ചെയ്ത പുണ്യം. 2 പ്രാവശ്യം 2 ടൈമിൽ ഭഗവാനെ പൂജിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നോട് ഇതേ പ്രകാരം എൻ്റെ ജീവിതങ്ങൾ ചോദിക്കുക, ആ ചോദിച്ച് എൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ അങ്ങയിലൂടെ ഞാൻ ഗുരുവായൂരപ്പനെ അങ്ങേയും നമസ്കരിക്കുന്നു. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണാശാൻ, പിന്നെ അതുപോലെ ബന്ധപ്പെട്ട എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി, നമസ്കാരം.